ഹായ്. അപ്പോൾ എല്ലാവരും എക്സാമിനായിട്ടുള്ള റിവിഷനൊക്കെ അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ ദ ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, എക്സാമിന് അത് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, ഈ വക കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നല്ല ശ്രദ്ധയോടെ ഇരിക്കുക എല്ലാവരും. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് അതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്തും പോയേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാത്ത ചാപ്റ്ററിലോട്ട് പോകാം. ഏറ്റവും ആദ്യം ഇങ്ങനൊരു മാപ്പ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യം കണ്ടിട്ടുണ്ടാവും. ഇതിൽ നമ്മുടെ മൗര്യ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിരവധി രാജവംശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന കുശാന, ശകാസ്, ഗുപ്താസ്, വഘാടകാസ്, ശതവാഹന, ചോള, ചേര, പാണ്ഡ്യ, ഇത്രയും രാജവംശങ്ങൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത് ഗുപ്ത, ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാനുണ്ട്. രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കാനുള്ളത് ഈ ശതവാഹനാസ് അറിഞ്ഞിരിക്കാനുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ ഇവിടേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ശതവാഹനാസിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കുള്ളൂ. രണ്ടാമത്തെ സെക്ഷനിലോട്ട് എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. സോ ഇങ്ങനെയാണ് ചാപ്റ്റർ തുടങ്ങി അവസാനിക്കുന്നത്. അപ്പോൾ മൗര്യ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഒരുപാട് രാജവംശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ റൗണ്ട് ചെയ്തേക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. വാട്ട് ഈസ് മെന്റ് ബൈ ലാൻഡ് ഗ്രാൻഡ്സ്? ഭൂമിദാനം എന്നാൽ എന്ത്? The Satavahanas, who rules in the Deccan region, started the practice of giving land grants to please the Brahmins who were dominant in the society. അതായത് ഈ ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന ഈ ഗുപ്ത എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ശതവാഹന എന്ന് പറയുന്ന ഒരു രാജാക്കന്മാരുണ്ടായിരുന്നു. അവർ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ വളരെ ഉയർന്ന ലെവലിൽ നിന്നിരുന്ന ബ്രാഹ്മണന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് എന്ത് ചെയ്തിരുന്നു, ഈ ഭൂമിദാനം എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്ക് അവർ തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പോൾ ശതവാഹന എന്ന് പറയുന്നത് എവിടെ കിടക്കുന്ന ടീമാണ് എന്നിപ്പോൾ അറിയാം. ഇവിടെ ഈ സെൻറ്ററിലായിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗമാണ് ഡെക്കാൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ കിടക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ബ്രാഹ്മണനെ പ്രീതിപ്പെടുത്താനായിട്ട് അവർ ഭൂമി ഇതേപോലെ ദാനം കൊടുക്കുന്ന ആ ഒരു സംഗതി അവർ തുടങ്ങി വെച്ചു ആ ഒരു സമയത്ത്. അപ്പോൾ ദിസ് സിസ്റ്റം ബിക്കെയിം വൈഡ് സ്പ്രെഡ് അണ്ടർ ദ ഗുപ്ത റൂൾ. അതായത് ഗുപ്ത കാലഘട്ടമായതോടെ ഈ ഒരു വ്യവസ്ഥ അത് കുറച്ചും കൂടെ വിപുലപ്പെട്ടു, അറിഞ്ഞിരിക്കുക. പാടലിപുത്രം കേന്ദ്രമാക്കിയിട്ടായിരുന്നു ഈ പറയുന്ന ഗുപ്തർ അവിടെ എന്ത് ചെയ്തത്, ഭരിച്ചിരുന്നതും എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ലാൻഡ് ഗ്രാൻഡ്സ് എന്താണെന്ന് മനസ്സിലായി. ശതവാഹനാസ് ആണ് തുടങ്ങി വെച്ചത്. പിന്നീട് അത് കുറെ കൂടെ പോപ്പുലർ ആയത് ആരുടെ കാലഘട്ടത്തിലാണ്? ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. ഇനി ഡിഫറൻസ് ഇൻ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം. ഈ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് വന്നത്? ശതവാഹനാസ് ആണ് തുടങ്ങി വെച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ് അത് കുറെ കൂടെ പോപ്പുലർ ആയതെന്ന് പറഞ്ഞു. അപ്പോൾ ശതവാഹനാസിന്റെ കാലഘട്ടത്തിൽ എന്ത്, ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ എങ്ങനെ നോക്കാം. ശതവാഹനാസിന്റെ കാലഘട്ടത്തിൽ റൈറ്റ് ടു ദ റിസോഴ്സ് ഓഫ് ദ ലാൻഡ് വാസ് ഓൺലി ഗിവൺ. അതായത് ഒറ്റ കാര്യം, ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശങ്ങൾ മാത്രമാണ് നൽകിയത്. ചിലപ്പോൾ ഇതേപോലത്തെ ഒരു പിക്ചർ പരീക്ഷയ്ക്ക് തന്നിട്ട് കംപ്ലീറ്റ് ദ ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇവിടെ എ അല്ലെങ്കിൽ ബി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുള്ളൂ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം. അപ്പോൾ ശതവാഹന്മാരുടെ കാലത്ത് ഭൂമിയിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ടോ ആ വിഭവങ്ങളുടെ മേലുള്ള അവകാശങ്ങൾ മാത്രമാണ് എന്ത് ചെയ്തത്, അവിടെ നൽകിയത്. പക്ഷേ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? എലോങ് വിത്ത് ദ റിസോഴ്സ് ഓഫ് ദ ലാൻഡ്, ദ റൈറ്റ് ഓവർ ദ പീപ്പിൾ ലിവിങ് ദർ വർ ഓൾസോ ട്രാൻസ്ഫേർഡ്. അതായത് ഭൂമിയിലുള്ള വിഭവങ്ങളുടെ മേൽ ഓൾറെഡി അവകാശമുണ്ട്, അതിനൊക്കെ പുറമെ എന്തും കൂടെ ഒപ്പം നൽകി, അവിടെയുള്ള ജനങ്ങളുടെ മേലുള്ള അധികാരം കൂടെ നൽകി എന്നറിഞ്ഞിരിക്കുക. സോ ഭൂമിദാനത്തിലെ വ്യത്യാസം ഇതാണ്. ശതവാഹന്മാർ തുടങ്ങി വെച്ചു, അവരെന്ത് മാത്രമാണ് കൊടുത്തത്, ഭൂമിയിലുള്ള വിഭവങ്ങളുടെ മേലുള്ള അവകാശങ്ങൾ മാത്രമാണ് കൊടുത്തത്. പക്ഷെ ഗുപ്തന്മാരുടെ കാലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂമിയിലുള്ള റിസോഴ്സിന്റെ അവകാശങ്ങൾക്ക് പുറമെ എന്തുകൂടെ കൊടുത്തു, അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അവകാശം കൂടെ അങ്ങ് കൈമാറി കൊടുത്തു എന്നറിഞ്ഞിരിക്കുക. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കുള്ളൂ ചോദിക്കുന്നത്. വാട്ട് ആർ ദ ചേഞ്ചസ് ബ്രോട്ട് എബൌട്ട് ബൈ ദ ലാൻഡ് ഗ്രാൻഡ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്? ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഇതേപോലെ ആയിരിക്കുള്ളൂ ചോദ്യം വരുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ മാറ്റം, ദ കിങ്സ് അതോറിറ്റി ഓവർ ദ ഡൊണേറ്റഡ് ലാൻഡ് ഗ്രാജുവലി ഡിക്ലൈൻഡ്. അതായത് ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ രാജാവിന്റെ സ്വാധീനം കുറഞ്ഞു. രണ്ട്, ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ആൻഡ് അഡ്മിനിസ്റ്റർ ജസ്റ്റിസ് ഓവർ ദ ഡൊണേറ്റഡ് ലാൻഡ് വാസ് ട്രാൻസ്ഫർ
ട്രാൻസ്ഫേർഡ് എലോങ് വിത്ത് ദ ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ്. ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും അതേപോലെ നീതിന്യായ നിർവഹണത്തിനും അധികാരം ഭൂ ഉടമസ്ഥതയ്ക്കൊപ്പം എന്ത് ചെയ്തു, അവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ രാജാവാണ് ഏറ്റവും ഉയർന്ന ലെവലിൽ നിന്നിരുന്നത്. ആ രാജാവിൻ്റെ അധികാരം എന്ത് ചെയ്തു, ഈ ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ കുറഞ്ഞു. ഇനി അതേപോലെ ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവ് മറ്റു കാര്യങ്ങൾ ഉണ്ടാവില്ല, ടാക്സ് കളക്ഷൻ, ആ ഒരു റൈറ്റും കൂടെ എന്ത് ചെയ്തു, ഭൂമി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ പോയിന്റ്, ദോസ് ഹു റിസീവ്ഡ് ദ ലാൻഡ് ഓൾസോ ഗോട്ട് ദ റൈറ്റ് ടു ഗ്രാന്റ് ദ ലാൻഡ് ടു സംവൺ എൽസ്. അതായത് ഒരാൾക്ക് ദാനമായി കിട്ടിയ ഭൂമി അയാൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വീണ്ടും ദാനം ചെയ്യാം എന്നൊരു സംഭവം കൂടെ അവിടെ നിലവിൽ വന്നു. അതായത് അത് കിട്ടിയവർക്ക് അവിടെ ലഭിച്ചു. അപ്പോൾ ഓൾറെഡി അവർക്ക് ദാനം കിട്ടിയ ഭൂമി അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായിട്ട് കൊടുക്കാം എന്നുള്ളൊരു സ്ഥിതി വന്നു. In course of time, the kings and nobles began to give land grant instead of cash as remuneration ഫോർ ദ സർവീസ് ദേ റിസീവ്ഡ്. ക്രമേണ രാജാവും പ്രഭുക്കന്മാരും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് പ്രതിഫലമായിട്ട് പണം നൽകാതെ പകരം എന്ത് നൽകി, ഭൂമി ദാനത്തിന്റെ രൂപത്തിൽ അവിടെ നൽകി തുടങ്ങി. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, ഓൾദോ മോസ്റ്റ് ഓഫ് ദ ലാൻഡ് ഗ്രാന്റ് വെർ റിസീവ്ഡ് ബൈ ബ്രാഹ്മിൻസ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഭൂമി ദാനമായിട്ട് കിട്ടിയത് ഏത് വിഭാഗത്തിലാണ്, ബ്രാഹ്മിൻസിനാണ്. ഗ്രാജുവലി പതിയെ പതിയെ മറ്റ് വിഭാഗങ്ങൾക്കും കൂടെ അതർ സെക്ഷൻ ഓൾസോ സ്റ്റാർട്ടഡ് റിസീവിംഗ് ദ ലാൻഡ് ആസ് ഗ്രാൻഡ്. ഓക്കെ, ഏകദേശം ഇത്രയും പോയിന്റുകളേ ഉള്ളൂ. അപ്പോൾ പോയിന്റ്സ് ഒന്ന് ഓടിച്ച് പറഞ്ഞു നോക്കുക, ഒന്ന് മൈൻഡിൽ പറഞ്ഞു നോക്കുക എൻ്റെ ഒപ്പം. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ഷോർട്ടായിട്ട് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ രാജാവിൻ്റെ അധികാരം അവിടെ കുറഞ്ഞു. ഓൾറെഡി ഭൂമി ദാനം കൊടുത്തു. ആ ദാനം കൊടുക്കുന്നതിനോടൊപ്പം, ദാനം ചെയ്യുന്നതിനോടൊപ്പം ആ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനുള്ള അവകാശം കൂടിയാണ് എന്ത് ചെയ്തത്, അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. ഇനി ഒരാൾക്ക് ഭൂമി ദാനമായിട്ട് കിട്ടി, അയാൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വീണ്ടും ആ ഭൂമി എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ദാനമായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത പോയിന്റിൽ എന്താണ് പറഞ്ഞത്, ക്രമേണ ഈ രാജാവായിക്കോട്ടെ പ്രഭുക്കന്മാരായിക്കോട്ടെ അവർക്ക് കിട്ടുന്ന സേവനങ്ങൾക്ക് പ്രത്യുപകാരമായിട്ട് അവർ പണം നൽകാതെ ഭൂമി ദാനം എന്നൊരു സംഗതിയുടെ രൂപത്തിൽ അവിടെ നൽകി തുടങ്ങി എന്നറിഞ്ഞിരിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും കൂടുതൽ ഭൂമി കിട്ടിയത് ബ്രാഹ്മിൻസിനാണെങ്കിലും പതിയെ പതിയെ ക്രമേണ സമൂഹത്തിന്റെ മറ്റ് വിഭാഗങ്ങളുള്ളവർക്കും എന്ത് ചെയ്തു, അവിടെ ഭൂമി ദാനം കിട്ടിത്തുടങ്ങി എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എന്താണെന്ന് ഒന്നും കൂടെ പറഞ്ഞേക്കാം. വാട്ട് ആർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ലാൻഡ് ഗ്രാന്റ്സ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്? ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാന പ്രക്രിയയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം എന്നുള്ളത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് മെൻ ബൈ ഇന്ത്യൻ ഫ്യൂഡലിസം? വാട്ട് ഈസ് മെൻ ബൈ ഇന്ത്യൻ ഫ്യൂഡലിസം? ഓക്കെ, എന്താണ് ഇന്ത്യൻ ഫ്യൂഡലിസം നോക്കാം. ദോസ് ഹു വർക്ക്ഡ് ഓൺ ദ ലാൻഡ് ബിക്കം റൈറ്റ്ലെസ് ഡിപ്പെൻഡൻസ് ഓഫ് ദ ലാൻഡ് ലോഡ്സ്. അതായത് ഭൂമിയിൽ ആ ഒരു കാലഘട്ടത്തിൽ പണിയെടുത്തിരുന്നവർ അവകാശികളില്ലാത്തവരും ഈ ഭൂ ഉടമകളുടെ ആശ്രിതരും ആയിരുന്നു. In such a system, the farmers, the agriculture laborers and the slaves were bound to the land. ഈ വ്യവസ്ഥയിൽ കർഷകരും അതേപോലെ കർഷക തൊഴിലാളികളും അടിമകളും ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. ഇനി അടുത്ത പോയിന്റ്, they lived and died in the same soil where they were born. They labored throughout their life for their masters. അതായത് അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ഒരേ മണ്ണിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അവരുടെ ഉടമകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചത് അത്രയും. ഇനി in addition to taxes, these people from lower stratum of the society had to provide free service to the upper stratum. അതായത് സമൂഹത്തിൽ വളരെ താഴെ തട്ടിൽ കിടക്കുന്നവരാണ് ഇവർ. അവർ മേലെ തട്ടിലുള്ളവർക്ക് നികുതിക്ക് പുറമെ ഫ്രീ ആയിട്ടുള്ള സേവനങ്ങൾ അഥവാ സർവീസ് കൂടെ ആര് പ്രൊവൈഡ് ചെയ്യണമായിരുന്നു, ഇവർ പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. ദിസ് സിസ്റ്റം ഹാസ് ബീൻ കോൾഡ്, ഈ ഒരു സിസ്റ്റത്തെ അറിയപ്പെട്ടിരുന്നതാണ് ഇന്ത്യൻ ഫ്യൂഡലിസം. ഓക്കെ, ദിസ് സിസ്റ്റം ഈസ് നോൺ ആസ് ഇന്ത്യൻ ഫ്യൂഡലിസം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കാർഷിക മേഖല റിമാർക്കബിൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കാർഷിക രംഗത്തെ പുരോഗതി വളരെ പ്രകടമായിരുന്നു. കാരണം ഇത്രയധികം ആളുകൾ ഈ കാർഷിക രംഗത്ത്, കൃഷി രംഗത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെന്റ് പ്രകടമായിരിക്കും എന്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. സോ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് മെൻ ബൈ ഇന്ത്യൻ ഫ്യൂഡലിസം? ഒരു പ്രാവശ്യം കൂടെ പറയാം, ഭൂമിയിൽ ജോലി ചെയ്തിരുന്നവർ അവകാശികളൊന്നും ഇല്ലാത്തവരും ഈ ഭൂ ഉടമകളുടെ ആശ്രിതരുമായിരുന്നു. ഈ ഒരു സ്ഥിതിയിൽ കർഷകരും അടിമകളും ഇവരൊക്കെ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരേ ഭൂമിയിൽ തന്നെ ജനിച്ച് ആ ഭൂമിയിൽ തന്നെ മരിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഇവർ. പിന്നെ ഇവരെന്ത് ചെയ്യണമായിരുന്നു, ഇവരുടെ പ്രഭുക്കന്മാരായിക്കോട്ടെ ഭൂ ഉടമകളായിക്കോട്ടെ സമൂഹത്തിന്റെ മുകളിൽ തട്ടി കിടക്കുന്നവർക്ക് ഇവർ നിർബന്ധമായിട്ടും സൗജന്യ സേവനങ്ങളും മറ്റും കൊടുക്കണമായിരുന്നു നികുതിക്ക് പുറമെ. ഈ ഒരു സിസ്റ്റത്തെയാണ് മലയാളത്തിൽ സാമന്ത വ്യവസ്ഥ അഥവാ ഇന്ത്യൻ ഫ്യൂഡലിസം എന്നൊക്കെ അറിയപ്പെടുന്നത്. പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്? ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായ ഇറിഗേഷൻ ഫെസിലിറ്റീസ് അഥവാ ജലസേചന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്താണ് കനാൽ, രണ്ട് ടാങ്ക് വാട്ടർ റിസർവോയേഴ്സ്,
അടുത്തത് ഘടിയന്ത്ര, അടുത്തത് റെയിൻ വാട്ടർ, അടുത്തത് ഡാംസ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത്തത് കനാൽ, അടുത്തത് ടാങ്ക് വാട്ടർ റിസർവോയേഴ്സ്, ഘടിയന്ത്ര, റെയിൻ വാട്ടർ, ഡാം. ഇതൊക്കെയാണ് ആ ഒരു ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇറിഗേഷൻ ഫെസിലിറ്റീസ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെയായിരിക്കുള്ളൂ ചോദിക്കുന്നത്. ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജലസേചന മാർഗങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കനാലുകൾ, കുളം ജലസംഭരണി, ഘടിയന്ത്ര, മഴവെള്ളം, അണക്കെട്ടുകൾ. ഇത്രയും ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജലസേചന മാർഗങ്ങൾ എന്നവിടെ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അത്രയും ഇനി പഠിക്കാൻ പോകുന്നത് ഗുപ്ത കാലഘട്ടത്തെ കുറിച്ചിട്ടാണ്. മീൻസ് ഗുപ്ത ആ ഒരു ടൈം പീരീഡിനെ കുറിച്ച് വന്ന മാറ്റങ്ങളും അവിടുത്തെ കച്ചവടം എങ്ങനെയായിരുന്നു, സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു, പുതിയ നിർമ്മിതികൾ എന്തൊക്കെയാണ് വന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. നോക്കാം അവിടുത്തെ ക്രാഫ്റ്റ് ആൻഡ് ട്രേഡിനെ പറ്റിയിട്ട്, അവിടുത്തെ കച്ചവടം, അതേപോലെ കൈത്തൊഴിൽ, വ്യാപാരം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമുക്കവിടെ നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തത് മെമ്പേഴ്സ് ഓഫ് ശ്രേണി ഹാഡ് ടു എബൈഡ് ബൈ ഇറ്റ്സ് റൂളേഴ്സ്. അതായത് ഇപ്പോൾ ആദ്യത്തെ 2 പോയിന്റ് നോക്കണ്ട. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദ സെയിം ക്രാഫ്റ്റ് ഗ്രാജുവലി ഫോംഡ് അസോസിയേഷൻ. ഈ ഒരു പോയിന്റ് മുതൽ നോക്കിയാൽ മതി കേട്ടോ. ഈ ഫസ്റ്റത്തെ പോയിന്റ് ഇപ്പോൾ നോക്കണ്ട. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദ സെയിം ക്രാഫ്റ്റ് ഗ്രാജുവലി ഫോംഡ് അസോസിയേഷൻ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളതുപോലെ വിവിധ കൈത്തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവർ അവരുടെ കൂട്ടായ്മകൾ എന്ത് ചെയ്യുന്നു, അവിടെ രൂപീകരിക്കുന്നു. ഇവ ഏത് പേരിലാണ് അറിയപ്പെട്ട? ദിസ് കെയിം ടു ബി കോൾഡ് ഗിൽഡ്സ് ഓർ ശ്രേണീസ്. അതായത് ഇവ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്നറിയപ്പെട്ടു. ഗവൺമെന്റ് റാക്ടിഫൈഡ് ദ ശ്രേണീസ്. ഭരണകൂടം ശ്രേണികൾക്ക് എന്ത് ചെയ്തു, അവിടെ അംഗീകാരം നൽകി. ലാസ്റ്റ് പോയിന്റ് ആണ് മെമ്പേഴ്സ് ഓഫ് ദ ശ്രേണി ഹാഡ് ടു എബൈഡ് ബൈ ഇറ്റ്സ് റൂൾസ്. അതായത് ശ്രേണികളിലെ അംഗങ്ങൾ അതിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു. സോ 4 പോയിന്റ് ക്രാഫ്റ്റ് ആൻഡ് ട്രേഡിൽ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കുള്ളൂ. എന്താണ് ശ്രേണി എന്ന് അല്ലെങ്കിൽ എന്താണ് ഗിൽഡ് എന്നായിരിക്കുള്ളൂ ചോദ്യം വരുന്നത്. ചെറിയ ചോദ്യമായിട്ടായിരിക്കും ചോദിക്കുന്നത്, ചെറിയ മാർക്കിന്റെ ചോദ്യമായിട്ടായിരിക്കുള്ളൂ ചോദിക്കുന്നത്. അപ്പോൾ പറയണം പീപ്പിൾ ഹു എൻഗേജ്ഡ് ഇൻ ദ സെയിം ക്രാഫ്റ്റ് ഗ്രാജുവലി ഫോംഡ് അസോസിയേഷൻ. വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവർ അവരുടെ കൂട്ടായ്മകൾ എന്ത് ചെയ്തു, രൂപീകരിച്ചു. ഇവ ഏത് പേരിൽ അറിയപ്പെട്ടു? ഗിൽഡുകൾ എന്നുള്ള പേരിൽ അവിടെ അറിയപ്പെട്ടു. ഇവ ഗവൺമെന്റ് റാറ്റിഫൈഡ് ദ ശ്രേണീസ്. അതായത് ഭരണകൂടമാണ് ശ്രേണികൾക്ക് അംഗീകാരം നൽകിയിരുന്നത്. ഈ ശ്രേണികളിൽ അംഗമായിട്ടുള്ളവർ അതിന്റെ നിയമങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, അവിടെ പാലിക്കണം ആയിരുന്നു. അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് അവിടുത്തെ സോഷ്യൽ ലൈഫിനെ പറ്റിയിട്ടാണ്. സോഷ്യൽ ലൈഫ് അഥവാ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു? The entry of new occupational groups and coming of new people led to the formation of number of subdivisions in the society. എന്താണ് പറഞ്ഞത്? പുതിയ തൊഴിൽ കൂട്ടങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും കടന്നു വരവ് പുതിയതായിട്ടുള്ള നിരവധി ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് അവിടെ കാരണമായി. ഇറ്റ് വാസ് ഇംപോസിബിൾ for the existing Varna system to accommodate all these new occupational groups. അതായത് ഇപ്പം നിലനിന്നിരുന്ന ഒരു വർണ്ണ വ്യവസ്ഥയ്ക്ക് പുതിയതായിട്ട് ഉയർന്നു വന്ന തൊഴിൽ കൂട്ടങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ വന്നു. In these circumstances, each occupational group become a new ജാതി or ഉപജാതി. ഈ സാഹചര്യത്തിൽ ഓരോ തൊഴിൽ കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായിട്ട് അവിടെ തീർന്നു. Besides the occupational groups, people who came from outside the subcontinent, the forest dwellers, nishadas, and children born of intercaste marriage also formed new jadis. This made the caste system more complex. അതായത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഏത് അല്ലെങ്കിൽ എങ്ങനത്തെ ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത്, അവരുടെ സാമൂഹിക സ്ഥിതി എന്തായിരുന്നു, പുതിയതായിട്ട് വന്ന വർണ്ണ വ്യവസ്ഥ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന വിഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ അവിടെ പറയുന്നത്. വ്യത്യസ്ത തൊഴിൽ കൂട്ടങ്ങൾക്ക് പുറമെ അന്യദേശങ്ങളിൽ നിന്നെത്തിയവർ, വനങ്ങളിൽ വസിച്ചിരുന്നവർ, നിഷാദർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, തമ്മിലുള്ള വിവാഹത്തിലൂടെ ജനിക്കുന്നവർ എന്നിവരെല്ലാം പുതിയ ജാതികളായിട്ട് അവിടെ തീർന്നു. അങ്ങനെ ജാതി വ്യവസ്ഥ എന്ത് ചെയ്തു, അവിടെ കൂടുതൽ സങ്കീർണമായിട്ട് അവിടെ മാറി. അടുത്തത് there was no change in the position of and the privilege of the Brahmins. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നെങ്കിലും അവിടെ ഇപ്രകാരം രൂപപ്പെട്ട വ്യവസ്ഥയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ ഇവർക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന സ്ഥാനമാനങ്ങൾക്ക് എന്ത് ചെയ്തില്ല, അവിടെ യാതൊരുവിധ മാറ്റവും വന്നിരുന്നില്ല. There was no change in the position and the privilege of Brahmins, Kshatriyas and Vaishyas in the new complex system that evolved. കഴിഞ്ഞിട്ടില്ല. The Antyajas who were outside the Chaturvarnya system
were considered untouchables. അതായത് ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്ന അന്ത്യജർ എന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായിട്ടാണ് അവിടെ കണക്കാക്കിയിരുന്നത്. അക്കോർഡിംഗ്ലി ദ ലോവസ്റ്റ് എമംഗ് അന്ത്യജാസ് വേർ ദ ഗ്രേവിയാർഡ് കീപ്പേഴ്സ് കോൾഡ് ചണ്ടാലാസ് ആൻഡ് ദ അനിമൽ സ്കിൻ ടാനേഴ്സ് കോൾഡ് ചർമാകർ. അന്ത്യജറിലെ തന്നെ താഴ്ന്ന വിഭാഗമായിട്ട് കണക്കാക്കിയിരുന്നത് ചണ്ടാളർ എന്ന ശ്മശാന പാലകരെയും ചർമാകരർ എന്ന തോൽ ഉറക്കിയെടുക്കുന്ന വിഭാഗത്തെയുമായിരുന്നു. ഓക്കെ, സോ ഇത്രയും ഭാഗമുള്ള അവിടെ പഠിക്കാനായിട്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ പഠിച്ചത്? സോഷ്യൽ ലൈഫ്, ഒരുപാട് സബ് ഡിവിഷൻസ് ഈ ഒരു കാലത്ത് പുതിയ ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് വന്നു. സോ ഇപ്പം നിലനിന്നിരുന്ന ഒരു വർണ്ണ വ്യവസ്ഥയ്ക്ക് ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. അങ്ങനെ പുതിയതായിട്ടുള്ള പല രീതിയിലുള്ള ജാതി ഉപജാതി എന്നുള്ള തൊഴിൽ കൂട്ടങ്ങളും മറ്റു ജാതികളൊക്കെ ഉയർന്നു വന്നു. പിന്നീട് ആ പുതിയതായിട്ട് വന്ന വിഭാഗത്തിൽ പെടുന്നവരായിരുന്നു ആരൊക്കെ? മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ, പീപ്പിൾ ഹു കെയിം ഫ്രം ദ സബ് കോണ്ടിനെന്റ്, ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്, പിന്നെ ചിൽഡ്രൻ ബോൺ ഓഫ് ഇന്റർകാസ്റ്റ് മാരേജ് ഫോംഡ് ന്യൂ ജാതീസ്. ഇതൊക്കെ പുതിയ ജാതിയായിട്ട് പെട്ടു അല്ലെങ്കിൽ ഉയർന്നു വന്നു. പിന്നീട് സമൂഹത്തിൽ ഓൾറെഡി ഉയർന്ന വിഭാഗക്കാരുടെ നിലനിന്നിരുന്ന ക്ഷത്രിയരായിക്കോട്ടെ, വൈശ്യാസ് ആയിക്കോട്ടെ, ബ്രാഹ്മിൻസ് ആയിക്കോട്ടെ, ഇവർക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന ആ ഒരു സ്ഥാനമാനങ്ങൾക്ക് അവിടെ മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല. അന്ത്യജാസ് ഹു വർ ഔട്ട്സൈഡ് ദ ചാതുർവർണ്ണ സിസ്റ്റം വർ കൺസിഡർഡ് ആസ് അൺടച്ചബിൾ. ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്ത് നിലനിന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു അന്ത്യജാസ് എന്ന് പറയുന്നത്. സോ അവരെ തൊട്ടുകൂടാത്തവരായിട്ടായിരുന്നു സമൂഹം അവിടെ കണക്കാക്കിയത്. അക്കോർഡിംഗ്ലി ദ ലോവസ്റ്റ് എമംഗ് ദ അന്ത്യജാസ് വേർ, ഈ ഇതിൽ ഏറ്റവും താഴ്ന്ന വിഭാഗമായിട്ട് കണക്കാക്കിയിരുന്നത് ചണ്ടാളർ എന്ന ശ്മശാന പാലകരും ഗ്രേവിയാർഡ് കീപ്പേഴ്സും അതേപോലെ അനിമൽ സ്കിൻ ടാനേഴ്സ് ആയിട്ടുള്ള ചർമാകരർ എന്നുള്ളൊരു വിഭാഗവുമായിരുന്നു. കഴിഞ്ഞു. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഈ ഗുപ്ത രാജാക്കന്മാർ അവർക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അത് ഏതെല്ലാം? പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഗുപ്ത കിങ്സ് ഹാസ് എക്സ്റ്റെൻസീവ് പവേഴ്സ്, അറ്റ് ദ സെയിം ടൈം ദേ ഹാഡ് സം റെസ്പോൺസിബിലിറ്റീസ്, വിച്ച് ആർ ദേ എന്നിങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, വിപുലമായ അധികാരം ഉണ്ടായിരുന്നവരാണ് ഗുപ്ത രാജാക്കന്മാർ. അതോടൊപ്പം അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അവ ഏതെല്ലാം? ഒരു 3 പോയിന്റേ പഠിക്കാനുള്ളൂ. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കുക ഏതൊക്കെയാണെന്നുള്ളത്. പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം അഗ്രഷൻ, ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുക. രണ്ടാമത്തത് പ്രൊട്ടക്ട് ബ്രാഹ്മിൻസ്, ശ്രമണാസ് ആൻഡ് ദ വീക്കർ സെക്ഷൻസ്, ബ്രാഹ്മണരെയും ശ്രമണരെയും അതേപോലെ അബലരെയും എന്ത് ചെയ്യുക? അവിടെ സംരക്ഷിക്കുക. ഓക്കെ, 2 പോയിന്റ്. മൂന്നാമത്തത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, അതായത് നീതി നിർവഹണം നടത്തുക. 3 പോയിന്റും ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം അഗ്രഷൻ, പ്രൊട്ടക്ട് ബ്രാഹ്മിൻസ്, ശ്രാമണാസ് ആൻഡ് ദ വീക്കർ സെക്ഷൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ജസ്റ്റിസ്, ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുക, ബ്രാഹ്മണരെയും ശ്രാമണരെയും അബലരെയും സംരക്ഷിക്കുക, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നിർവഹണം നടത്തുക. ഓക്കെ, ഇതൊക്കെയായിരുന്നു ആ ഗുപ്ത രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റീസ്. ആ ഒരു കാലഘട്ടത്തിലെ സയൻസിൽ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് നോക്കാം. Books on the science also written during the Gupta period. Most of the work were on astronomy, mathematics and medical science. ഗുപ്ത കാലഘട്ടത്തിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ജ്യോതിശാസ്ത്രം, അതേപോലെ ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിലായിരുന്നു. അതിൽ നോട്ടബിൾ വർക്ക്സ് ആയിട്ട് പറയുന്നത് ബൃഹത് സ്മിത ഓഫ് വരാഹമിഹിര, ആര്യഭട്ട ഓഫ് ആര്യഭട്ടീയ ഓഫ് ആര്യഭട്ട ആൻഡ് അമരകോശ ഓഫ് അമരസിംഹ. വരാഹമിഹിരന്റെ ബൃഹത് സംഹിതയും ആര്യഭടന്റെ ആര്യഭടീയവും അതേപോലെ അമരസിംഹന്റെ അമരകോശവും ഇക്കാലത്ത് രചിക്കപ്പെട്ട പ്രധാന ശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ഭാഗമുള്ളൂ സയൻസ് എന്ന ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ട്. സയൻസിന്റെ ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ നോക്കിയത്. ഇനി പഠിക്കാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിലേക്ക്. അതായത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളവിടെ പഠിച്ചിരുന്നു. ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു വിഭാഗം, ഈ കാണുന്ന ഏറ്റവും അടിയിൽ കാണുന്ന ഈ ഒരു ഏരിയ ആണ് അവിടെ ദക്ഷിണേന്ത്യ എന്നുള്ളൊരു ഏരിയ ആയിട്ട് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗുപ്ത സിസ്റ്റം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നു, ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് പോകുന്നു. സോ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ആ ഒരു സെക്ഷനാണ്. ഓക്കെ, നോക്കാം സൗത്ത് ഇന്ത്യ അഥവാ ദക്ഷിണേന്ത്യയിലേക്ക് എന്ന ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്.
The practice of land grants spread to the South India by 6th century CE. CE 6ാം നൂറ്റാണ്ടോടെയാണ് എന്ത് സംഭവിച്ചത്? ഈ ഭൂമി ദാനം ചെയ്യുന്ന പതിവ് ദക്ഷിണേന്ത്യയിലേക്ക് എത്തിയത്. ദിസ് വാസ് ഡ്യൂ ടു ദ മൈഗ്രേഷൻ ഓഫ് ബ്രാഹ്മിൻസ് ഫ്രം നോർത്ത് ഇന്ത്യ ടു സൗത്ത് ഇന്ത്യ. ഇതിന് കാരണം ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്കുള്ള ബ്രാഹ്മണരുടെ കുടിയേറ്റമാണ്. The Pallavas and Pandyas were the important dynasties of South India during this period. പല്ലവരും പാണ്ഡ്യന്മാരുമായിരുന്നു ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജവംശങ്ങൾ എന്ന് പറയുന്നത്. They granted land to Brahmins and temples. അവർ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും എന്ത് ചെയ്തു? ഭൂമി ദാനം ചെയ്തു. As a result, Brahmins attained high status in the South Indian society and economy. ഇതിന്റെ ഫലമായിട്ട് ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിൽ സമ്പദ് വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. The granting of land to the Brahmins led to the development of agriculture in this area. കാരണം ഈ കൃഷിയെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല അറിവുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു ആ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത്. സോ അവർ ഭൂമി ദാനം ചെയ്തതോടെ പതിയെ പതിയെ കൃഷി എന്ത് ചെയ്തു? അവിടെ വികസിക്കാനായിട്ട് തുടങ്ങി. ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുന്നതിൽ ഈ പ്രദേശത്തെ കൃഷി വികസിക്കുന്നതിന് കാരണം ആയി. ലാസ്റ്റ് പോയിന്റ്, as we seen earlier, the Brahmins' knowledge of the agriculture technology and climate helped the expansion of the agriculture. ബ്രാഹ്മണർക്ക് കൃഷിയുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഉണ്ടായിരുന്ന അറിവ് കൃഷിയുടെ വ്യാപനത്തിന് ഒരുപാട് സഹായകം ആയി. Kings and local administrative bodies encouraged agriculture by building reservoirs and maintaining irrigation facilities. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന രാജാക്കന്മാരായിക്കോട്ടെ ഭരണകൂടങ്ങളായിക്കോട്ടെ ജലസംഭരണികൾ നിർമ്മിച്ചും ഈ ജലസേചന സംവിധാനങ്ങളൊക്കെ ഒരുക്കി നൽകിയിട്ടും ഈ കൃഷിയെ മാക്സിമം അവർ പ്രോത്സാഹിപ്പിച്ചു. There was agriculture progress in the Pallava kingdom due to the activities of the temples controlled by the Brahmins. ഈ ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളുടെയും ഇടപെടലിൻ്റെയൊക്കെ ഫലമായിട്ട് പല്ലവ രാജ്യത്ത് കാർഷിക പുരോഗതി എന്ത് ചെയ്തു? അവിടെ ഉണ്ടായി. അടുത്തത് നാഗത്താഴ്സ് വേർ ദ ട്രേഡേഴ്സ്. ചില പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, നാഗത്താർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാഗത്താർമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്നുള്ളത്. നാഗത്താഴ്സ് വേർ ദ ട്രേഡേഴ്സ്. പെപ്പർ, സാൻറ്റൽ, gold and pearls were the chief items of the export from the Pandyan kingdom. നാഗത്താർമാർ എന്ന് പറയുന്നത് ആരായിരുന്നു? വ്യാപാരികളായിരുന്നു, കച്ചവടക്കാരായിരുന്നു. കുരുമുളക്, ചന്ദനം, സ്വർണം, മുത്ത് എന്നിവയായിരുന്നു പാണ്ഡ്യന്മാരുടെ പ്രധാനപ്പെട്ട കയറ്റുമതി ഇനങ്ങൾ. ഇനി ദ പാണ്ഡ്യാസ് ട്രേഡ് വിത്ത് ആരൊക്കെയായിട്ട്? റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബ് മെർച്ചൻസ് ത്രൂ ദ പോർട്ട് കോർക്കൈ, കായൽ പട്ടണം ആൻഡ് പെരിയ പട്ടണം. കോർക്കൈ, കായൽപട്ടണം, പെരിയ പട്ടണം മുതലായിട്ടുള്ള തുറമുഖങ്ങൾ വഴിയായിട്ട് റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബി വ്യാപാരികളുമായിട്ട് ഈ പാണ്ഡ്യർ എന്ത് ചെയ്തിരുന്നു? അവിടെ കച്ചവടം നടത്തി പോന്നിരുന്നു. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് ദ വെറൈറ്റി ഓഫ് ക്രാഫ്റ്റ് become the source of the revenue of Pallava and Pandya kingdom. അതായത് കൃഷിയുടെ വ്യാപനവും വ്യാപാരത്തിൻ്റെ വളർച്ചയും എല്ലാം വ്യത്യസ്ത തൊഴിലുകളും പല്ലവ പാണ്ഡ്യ രാജ്യങ്ങൾക്ക് നികുതിയുടെ മാർഗങ്ങളായിട്ട് മാറി. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിദാനത്തോടെ ആ രാജ്യത്തിന് എന്ത് ചെയ്തു? ഈ പറയുന്ന ഡെവലപ്മെന്റ് ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇനി അവിടെ ടാക്സ് പ്രധാന ഒരു വരുമാന മാർഗമായിരുന്നു. അത് ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഈ ടാക്സിനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഭൂനികുതി ആയിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമായിട്ട് പറയുന്നത്. അതിൽ വിളവിൻ്റെ 1/10 മുതൽ 6/1 വരെ എന്ത് ചെയ്യണമായിരുന്നു? അവിടെ നികുതിയായിട്ട് അവിടെ നൽകണമായിരുന്നു. Those who engaged in different craft had to pay tax. വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവർ നികുതി അടയ്ക്കണമായിരുന്നു എന്തായാലും. At the same time, Brahmadeya, the land grant to the temple, and the Agraharas were exempted from the land tax. ഈ ഒരു സമയത്ത് ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമി, അതാണ് ബ്രഹ്മദേയം, ബ്രാഹ്മണർ താമസമാക്കിയിട്ടുള്ള അഗ്രഹാരം, ഇവരെ എന്ത് ചെയ്തിരുന്നു? ഭൂനികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ് അഡീഷണൽ റീഡിങ്ങിനായിട്ട് തന്നിരിക്കുന്നത്. ബ്രഹ്മസ്വം അഥവാ ബ്രഹ്മദേയം എന്താണെന്ന്, ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകുന്ന ഭൂമിയെ അവിടെ പറയും ബ്രഹ്മദേയം എന്ന് പറയും. എന്താണ് അഗ്രഹാരം? നമ്മുടെ ബ്രാഹ്മണ ഗ്രാമങ്ങളാണ്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ബ്രാഹ്മണ ഗ്രാമങ്ങളാണ് അഗ്രഹാരങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദേവസ്വം അഥവാ ദേവദാനം, ദേവന് അഥവാ ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമി ദേവദാനം എന്ന് വിളിക്കപ്പെടുന്നു. ക്ഷേത്രം നടത്തിപ്പുകാരാണ് ഈ ഭൂമി നോക്കി നടത്തിയിരുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ബ്രഹ്മസ്വം അഥവാ ബ്രഹ്മദേയം, അഗ്രഹാരം, ദേവസ്വം എന്താണെന്നൊക്കെ ടേംസ് ഒക്കെ നമ്മൾ പലപ്പോഴായിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് അഡീഷണൽ റീഡിങ്ങിനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നതാണ്, അറിഞ്ഞിരിക്കുക. ഏകദേശം ലാസ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് സൗത്ത് ഇന്ത്യ. എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. ഓക്കെ, The Pallava and Pandya societies were based on the caste system. ഈ പല്ലവ പാണ്ഡ്യ ദേശങ്ങളിൽ സമൂഹം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു.
The Brahmins who received large extent of the land as Brahmadeya were wealthy and they had a dominant status in the society. ബ്രഹ്മദേയങ്ങൾ എന്ന പേരിൽ ധാരാളമായിട്ട് ഭൂമിദാനം ലഭിച്ച ബ്രാഹ്മണർ സമ്പന്നരും സമൂഹത്തിൽ തന്നെ ഉയർന്ന സ്ഥാനം ഉള്ളവരുമായിരുന്നു. അതിപ്പോൾ ഓൾറെഡി ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. സൊസൈറ്റിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ, ഗുപ്ത കാലഘട്ടത്തിൽ ഉടനീളം സമൂഹത്തിൽ ഹൈ പൊസിഷനിൽ നിന്നിരുന്നവരായിരുന്നു ആര്? ഈ ബ്രാഹ്മണാസ് എന്ന് പറയുന്ന വിഭാഗം. ദോസ് ഹൂ were considered as a low castes suffered many hardships. There were also sections ഔട്ട്സൈഡ് ദ വർണ്ണ സിസ്റ്റം. കീഴ്ജാതിയായിട്ട് കണക്കാക്കപ്പെട്ടവർ പല അവശതകളും അനുഭവിച്ചിരുന്നു. വർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള വിഭാഗങ്ങളും ആയിരുന്നു ആര്? ഈ പറയുന്ന ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള വിഭാഗം, മീൻസ് കീഴ്ജാതിയായിട്ട് കണക്കാക്കിയിരുന്ന വിഭാഗം. There was village autonomy in Pallava and Pandya kingdoms. ഈ പല്ലവ പാണ്ഡ്യ ദേശങ്ങളിൽ ഗ്രാമ സ്വയംഭരണം നിലനിന്നിരുന്നു. വില്ലേജ് കോർട്ട് ഓൾസോ എക്സിസ്റ്റഡ്. അതായത് അവിടെ ഗ്രാമ കോടതികൾ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം, നീതിന്യായം എന്നിവ നടപ്പാക്കലും ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് തർക്കങ്ങൾ തീർപ്പാക്കലും എന്ത് ചെയ്തിരുന്നു? ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ദ കിങ് ഡിഡ് നോട്ട് ഇന്റർഫിയർ ഇൻ സച്ച് മാറ്റേഴ്സ്. ഇവയിലൊന്നും ആരിടപെട്ടിരുന്നില്ല? ഈ പറയുന്ന രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. ബോത്ത് പല്ലവ ആൻഡ് പാണ്ഡ്യ build Shaiva and Vaishnava temples and encourage the Bhakti movement. പല്ലവരും പാണ്ഡ്യരും ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ഭക്തി പ്രസ്ഥാനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഐഡിയാസ് ഓഫ് ബ്രാഹ്മണിക്കൽ റിലീജിയൻ ആൻഡ് ഭക്തി were reflected well the South Indian literacy work of that period. പല്ലവാസ് എൻകറേജ്ഡ് ഇൻ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രാഹ്മണ മതത്തിൻ്റെയും ഭക്തിയുടെയും ആശയങ്ങളാണ് അക്കാലത്ത് ഈ ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിൽ കൂടുതലായിട്ട് അവിടെ പ്രതിഫലിച്ചത്. പല്ലവർ സംസ്കൃത സാഹിത്യത്തെ എന്ത് ചെയ്തു? അവിടെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. അറിഞ്ഞിരിക്കുക. ഇനി ജൈനിസം ആൻഡ് ബുദ്ധിസം വിച്ച് were studied earlier were flourishing in South India before the Pallava period. നമ്മുടെ ഈ ജൈന മതമായിക്കോട്ടെ ബുദ്ധമായിക്കോട്ടെ പല്ലവരുടെ കാലത്തിന് മുൻപ് ദക്ഷിണേന്ത്യയിൽ വളരെ സജീവമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ബ്രാഹ്മണർക്ക് അധികാരം വളർന്നതോടെ എന്ത് ചെയ്തു? ഈ പറയുന്ന ജൈനിസം ആയിക്കോട്ടെ ബുദ്ധിസം ആയിക്കോട്ടെ ഇതൊക്കെ അവിടെ ക്ഷയിക്കാനായിട്ട് തുടങ്ങി. ദ പല്ലവ കിങ് മഹേന്ദ്രവർമ്മൻ വൺ വാസ് എ സാൻസ്ക്രിറ്റ് സ്കോളർ. മത്തവിലാസ പ്രഹസന വാസ് റിട്ടൺ ബൈ ഹിം. പല്ലവ രാജാവായിരുന്ന ഈ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ സംസ്കൃത പണ്ഡിതനായിരുന്നു. മത്തവിലാസ പ്രഹസനം അദ്ദേഹം രചിച്ച ഒരു കൃതിയാണ്. അടുത്തൊരു പോയിന്റ്, the temples of South India had a considerable influence on the life of the people at that time. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ അക്കാലത്ത് ജനജീവിതത്തിലെ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരുന്നു. Temples were the chief works of the art that period. Important temples of the period are situated in കാഞ്ചീപുരം, മഹാബലിപുരം ആൻഡ് മധുര. ക്ഷേത്രങ്ങൾ അക്കാലത്തെ പ്രധാന കലാനിർമ്മിതികളായിരുന്നു. അന്നത്തെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെയൊക്കെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അന്നത്തെ കാലത്ത് നിർമ്മിച്ച ആ ഒരു ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കലാവൈഭവത്തിനൊക്കെ നല്ല ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നതാണ്. അതിൽ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കാഞ്ചീപുരം, മഹാബലിപുരം, മധുര എന്നിവിടങ്ങളിലാണ് അക്കാലത്തെ പ്രധാന ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഇമേജസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഗ്രാജുവലി ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഡെവലപ്ഡ് ത്രൂ 3 phases. ദേ ആർ ഗിവൺ ബിലോ. എന്തൊക്കെയാണ് എന്നുള്ളത് അതിൽ ഒന്നാമത്തതാണ് റോ കട്ട് ടെമ്പിൾസ് അഥവാ പാറ വെട്ടി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ. അടുത്തത് മോണോലിത്തിക് കാരിയറ്റ് ടെമ്പിൾസ്, അതായത് ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രങ്ങൾ. അടുത്തത് സ്ട്രക്ചറൽ ടെമ്പിൾസ് അഥവാ ഘടനാക്ഷേത്രങ്ങൾ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ലാസ്റ്റ് പറഞ്ഞ ആ ഒരു സെക്ഷൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്? ഈ കാണുന്ന ആ ഒരു പിക്ചർ, ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങിയത് ഭൂമിദാനം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നിന്നാണ്. ഭൂമിദാനം തുടങ്ങിയത് ഈ പറയുന്ന ശതവാഹനന്മാരാണ്. അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു സിസ്റ്റം എങ്ങോട്ടേക്ക് എത്തി? ഈ ഗുപ്ത കാലഘട്ടത്തിലോട്ട് എത്തി. ഇത് ഏകദേശം നോർത്ത് ഇന്ത്യയുടെ ആ ഒരു ഭാഗമല്ലേ ഈ കാണുന്ന ഭാഗമൊക്കെ. അങ്ങനെ ഗുപ്ത കാലഘട്ടത്തിൽ ഈ പറയുന്ന ഭൂമിദാനം കുറെ കൂടി അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നു. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവർ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നു. അങ്ങനെയാണ് ഈ ദക്ഷിണേന്ത്യയിലേക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് ടോപ്പിക്ക് നമ്മളവിടെ പഠിച്ചത്. ഓക്കെ, അങ്ങനെയാണ് അവിടെ ഈ കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് കൂടുതൽ ഭൂമിദാനം കിട്ടുന്നു.
അങ്ങനെ കൃഷിയൊക്കെ കൂടുതൽ എന്ത് ചെയ്യുന്നു, അവിടെ സെറ്റായിട്ട് മാറുന്നു. നല്ല നികുതിയൊക്കെ ഈ പല്ലവ രാജ്യത്തിനൊക്കെ അവിടെ കിട്ടുന്നു. ഓക്കെ, ഇനി ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു എന്താണ് ലാൻഡ് ഗ്രാൻഡ് അഥവാ ഭൂമിദാനം എന്നുള്ളത് നോക്കി. പിന്നെ നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ലാൻഡ് ഗ്രാൻഡ്സിൽ ഉണ്ടായിരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഭൂമിദാന പ്രക്രിയയിൽ, മീൻസ് ആ ഒരു സമയത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അടുത്തത് എന്താണ് ഇന്ത്യൻ ഫ്യൂഡലിസം? ഈ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കണം കേട്ടോ. അതിനാണ് ലാസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്? എന്തൊക്കെയാണ് വന്ന ഗുപ്ത കാലഘട്ടത്തിലെ ജലസേചന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഇനി ആ ഒരു സമയത്ത് ശ്രേണി എന്താണ്, ഗിൽഡ് എന്താണ്? പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ക്രാഫ്റ്റ് ആൻഡ് ട്രേഡ്, കൈത്തൊഴിലും വ്യാപാരവും എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. അടുത്തത് അവിടുത്തെ സോഷ്യൽ ലൈഫിനെ കുറിച്ചിട്ട്. ഓക്കെ, അടുത്തത് ഗുപ്ത രാജാക്കന്മാർക്ക് ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവർക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏതെല്ലാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, ഒരു 3 മാർക്കിന്റെ സെക്ഷനിലൊക്കെ ആയിട്ട്. ഓക്കെ, ഇനി സയൻസിൽ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ് നോക്കണം. പിന്നെ ദക്ഷിണേന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായ ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അവിടുത്തെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് എന്തൊക്കെയാണ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയത്. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ സംഭവം നോക്കണം, ടെമ്പിൾ കൺസ്ട്രക്ഷനിൽ വന്ന 3 പ്രധാനപ്പെട്ട ഫേസസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ.